രാം നാരായൺ രാം. ഭൂമിയിൽ കഴിയുന്ന എല്ലാ മനുഷ്യരും ആലോചിക്കേണ്ടത് പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതിയുടെ യഥാർത്ഥ അർത്ഥം ആകാശത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആകാശത്തിൽ നിന്നാണ് പ്രകൃതിയുടെ ജനനം ഉണ്ടായത്. ആകാശം തന്നെയാണ് മനുഷ്യരുടെ യഥാർത്ഥ മാതാപിതാക്കൾ. അവരുടെ യഥാർത്ഥ പേര് എന്താണ് എന്ന് ഭൂമിയിൽ കഴിയുന്ന ഒരാൾക്കും അറിയില്ല. അവരുടെ യഥാർത്ഥ പേര് രാം നാരായൺ രാം ആണ്. ഈ രാം നാരായൺ രാം ആളുകളുമായി സംസാരിക്കുകയും ചെയ്യുന്നു. അവൻ കേൾക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. മനുഷ്യരുടെ വിളി കേട്ടാൽ ഓടിയെത്തി സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ രാം നാരായൺ രാം എന്ന ജപം നടത്തുമ്പോൾ അവൻ എന്നോട് സംസാരിക്കുന്നു, കാരണം അവൻ എൻ്റെ അകത്തു വിവേകമായി ഇരിക്കുന്നു. എന്നാൽ ആളുകൾ അവനെ വിളിക്കുന്നില്ല. എല്ലാവരും അല്ലാഹയെയും ദൈവത്തെയും മാത്രമാണ് വിളിക്കുന്നത്. ഹിന്ദുക്കൾക്ക് തങ്ങളുടെ യഥാർത്ഥ ദൈവത്തിൻ്റെ പേരറിയില്ല. നിങ്ങൾ അവരോട് അവരുടെ യഥാർത്ഥ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അവർ വെറും ദൈവം എന്ന് പറയും. അപ്പോൾ അവരോട് ചോദിക്കണം, ദൈവത്തിൻ്റെ ദൈവം ആരാണ്? അതിന് അവർ ഉത്തരം നൽകാൻ കഴിയില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ വിവേകം ഉണർന്നിരിക്കുന്നു. ഞാൻ എല്ലാം അറിയുന്നു. ഏതൊരാളുടെ ഉള്ളിലും മനസ്സും വിവേകവും ചൈതന്യവും ഉണരുമ്പോൾ അവൻ എങ്ങനെയാണ് മോശമായിരിക്കാൻ? ഇപ്പോൾ 800 കോടി മനുഷ്യർക്കും ഉണരേണ്ട സമയമെത്തിയിരിക്കുന്നു. അമേരിക്ക, റഷ്യ, ചൈന ഇവരും മാറേണ്ട സമയം ആയിരിക്കുന്നു. ഇന്ത്യയോ? ഇന്ത്യ മാറിയിരിക്കുന്നു. ഫാക്ടോറിയൽ. കാരണം ഇന്ത്യയിൽ ഇനി കോൺഗ്രസ് സർക്കാരില്ല. ഫാക്ടോറിയൽ. എല്ലാ മനുഷ്യർക്കും വിവേകം ഉണ്ട്. അവർ ജ്ഞാനികളാണ്. ഇന്ത്യയിൽ ഏത് സർക്കാർ നല്ലത് ചെയ്തിരിക്കുന്നു എന്ന് എല്ലാവരും ആലോചിക്കണം. മനുഷ്യൻ ഒരു ദൈവത്തിന് എന്തെങ്കിലും അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ നല്ല കർമ്മങ്ങളും നല്ല ചിന്തകളുമാണ് അർപ്പിക്കേണ്ടത്. ദൈവം സൃഷ്ടിച്ച പൂക്കളെ പറിച്ചു അവൻ തന്നെ സൃഷ്ടിച്ച ഭൂമിയിൽ അർപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ദൈവത്തെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട പൂക്കളെ പിഴിയരുത്. അതിന് പകരം അവയെ മരത്തിൽ തന്നെ ഇരിക്കാനനുവദിക്കണം. അപ്പോൾ തേൻ ചിത്രം അവയിൽ നിന്ന് തേൻ ശേഖരിക്കാൻ കഴിയും. തേൻ മനുഷ്യർക്ക് തന്നെ ഉപകാരപ്രദമാണ്. മനുഷ്യൻ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സേവിക്കാറില്ല. പക്ഷേ അവർക്ക് ശേഷം അവർക്കായി ചന്ദനക്കട്ടിൽ അർപ്പിക്കണമെന്നാണ് ഓർമ്മ വരുന്നത്. മനുഷ്യൻ മാനവനിർമ്മിത വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നതിനു പകരം തൻ്റെ മാതാപിതാക്കളെ ആദരിക്കണം. നമ്മെ ജനിപ്പിച്ചവരെ ആദരിക്കുന്നതാണ് ആദ്യ കടമ. ആകാശം തന്നെയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും മാതാപിതാക്കളുടെ അകത്തു തന്നെയാണ് എല്ലാ ദൈവങ്ങളും വസിക്കുന്നത്. നിങ്ങൾ മാതാപിതാക്കളെ ആദരിക്കാത്തുവെങ്കിൽ മറ്റാരെയും ആദരിക്കാൻ കഴിയില്ല. ധർമ്മഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവ സമൂഹത്തിന് നല്ല പാഠങ്ങൾ നൽകാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഖുർആനിൽ ജിഹാദ് എന്നുണ്ട്. അതിൽ പറയുന്നു, മോശം ആഗ്രഹങ്ങളും മോശം വികാരങ്ങളും ത്യജിക്കണം. അതിനാൽ നിങ്ങൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ രാം നാരായൺ രാം എന്ന ജപം ചെയ്യുക. നിങ്ങളുടെ അകത്തു ഉറങ്ങിക്കിടക്കുന്ന വിവേകത്തെ ഉണർത്തുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. പ്രകൃതിയുടെ കരുതലിൽ വളരുന്ന പൂക്കളെ പറിച്ചുകളയരുത്. പ്രകൃതിയെ ആദരിക്കുക. പ്രകൃതിയോടെയാണ് എല്ലാം. അതിൽ നിന്നാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത്. ഫാക്ടോറിയൽ